നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കാണുന്നത് വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പർ എന്ന് അയാൾ അവകാശപ്പെടുന്നു. ഒരു പാട്ടാണെന്ന് പോലുമുള്ള അവകാശമോ അല്ലെങ്കിൽ റാപ്പാണെന്ന് അവകാശമൊന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്താഗതി പോലുമോ എനിക്കില്ല. സ്റ്റേജിൽ വന്ന് കുറച്ച് ആട്ടമൊക്കെ നടത്തി എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു, അതിനെ റാപ്പെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അത്തരമൊരാളെ കഴിഞ്ഞ കുറേ ദിവസമായി വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങളും ഇടതുപക്ഷവുമൊക്കെ. ഈ വേടൻ എന്ന് പറയുന്ന റാപ്പർ എന്ന് അവകാശപ്പെടുന്ന ഇയാളെ പറ്റി ആദ്യമായി കേൾക്കുന്നത് 2021-ലാണ്. 2021-ൽ വുമൺ എഗ്നസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഒരു പേജ്, ആ പേജിലൂടെ നിരവധി സ്ത്രീകൾ വന്ന് ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുമ്പോഴാണ് ഈ വേടൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ അയാളുടെ ഒരു ആൽബമൊക്കെ, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു ആൽബമൊക്കെ പുറത്തിറങ്ങിയ ഒരു സമയമായിരുന്നു അതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആൽബം പുറത്തിറങ്ങിയപ്പോഴാണ്, നമ്മളിപ്പോൾ പറയും ആൽബം പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാദം വന്നു അല്ലെങ്കിൽ വേടന് പിന്നാലെ വിവാദം വന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായി നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ ആരും അറിയണമെന്നുണ്ടാവില്ല. ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരാകുമ്പോഴായിരിക്കും അതുവരെ ചെയ്തിട്ടുള്ള പ്രവൃത്തികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരിക. അതുകൊണ്ട് തന്നെ അയാളൊരു ലൈം ലൈറ്റിലേക്ക് വന്നപ്പോഴാണ് അത്തരം ചില കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. അതിനുശേഷം വേടൻ വന്ന് മാപ്പ് പറഞ്ഞു. വേടൻ തെറ്റ് ചെയ്തതുകൊണ്ടാണല്ലോ വേടൻ മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് നമ്മൾ വേടനെ പറ്റി കേൾക്കുന്നത് 2022-ൽ അടിമാലിയിൽ ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ കഞ്ചാവുമായി പിടികൂടിയതാണ്. വേടനും 3 സുഹൃത്തുക്കളും കൂടി മൂന്നാറിൽ നിന്ന് വരുന്ന സമയത്ത്, തൃശ്ശൂരേക്ക് വരുന്ന സമയത്തായിരുന്നു അടിമാലിയിൽ വെച്ച് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വേടനെ പിടികൂടുന്നത്. മറ്റുള്ളവരെയൊക്കെ പരിശോധിച്ചപ്പോൾ അവരുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വേടന്റെ അടിവസ്ത്രത്തിൽ 11 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു. ആ 11 ഗ്രാം കഞ്ചാവ് ആയതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ, കൂടെ വന്ന ഒരാളുടെ ജാമ്യത്തിൽ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. അന്ന് ഇയാൾ വേടൻ എന്നൊന്നും പറഞ്ഞില്ല. അയാളുടെ പേര് ഹിരൺദാസ് മുരളി എന്ന പേരാണ് അന്ന് പറഞ്ഞിരുന്നത്. അടിമാലിയിലെ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സൈജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് നമ്മൾ വലിയ തരംഗമായി എന്നൊക്കെ നാട്ടുകാർ ഇപ്പോൾ പറയുന്നു. എനിക്കറിയില്ല, ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളെ അല്ല വേടൻ. കാരണം അത്തരം സംഗീതത്തോട് താല്പര്യമോ അല്ലെങ്കിൽ ഇതൊരു സംഗീതമാണെന്ന അഭിപ്രായമോ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുമില്ല. പിന്നീട് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ഇയാളെ കഞ്ചാവുമായി പിടികൂടുമ്പോഴാണ്. ഒരുപക്ഷെ ശുദ്ധ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടൊക്കെ ആവാം നമ്മളെപ്പോലുള്ളവരൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറുമില്ല. അയാൾ ചെറിയ കുട്ടികളുടെ ഇടയിൽ വലിയ സ്വാധീനമാണെന്ന് പറയുന്നത്. അത്തരമൊരു സ്വാധീനമായിരുന്നു തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. അപ്പോൾ ആ സ്വാധീനങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അപ്പോഴത്തെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് ഈ ഒച്ചയും ബഹളവുമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേജുകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. ചെറിയ പ്രായമല്ലേ, അവർക്ക് തിരിച്ചറിവാകുമ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇയാൾ സംഗീതം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വാചകങ്ങൾ, ആരോ എഴുതി കൊടുക്കുന്നതാണോ എന്ന് പോലും സംശയിക്കത്തക്ക ചില വാചകങ്ങൾ, രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വൺ സൈഡഡ് ആയിട്ടുള്ള അയാളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായങ്ങൾ വന്നിങ്ങനെ പറഞ്ഞു പോകുന്ന, പാട്ട് രൂപത്തിൽ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേജ് ഷോകളായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും വീണ്ടും കഞ്ചാവുമായി പിടികൂടുന്നു. അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അയാൾ സംഗീതം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇയാളുടെ ഈ പറയപ്പെടുന്ന റാപ്പ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു ഫ്ലാറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം 8 പേരുണ്ടായിരുന്നു. ഏതായാലും വേടനെ വലിയ രീതിയിൽ ബലിയാടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി രംഗത്തിറങ്ങി വേടനെ രക്ഷിച്ചെടുത്തു. അതിനകത്ത് സത്യത്തിൽ വേടൻ മാത്രമേ ഈ പറയപ്പെടുന്ന ദളിത് സത്വമുള്ള ഒരാളുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം മറ്റ് ആൾക്കാരായിരുന്നു. പക്ഷെ അത് ഈ വേടൻ്റെ ഒരു രാഷ്ട്രീയം കൊണ്ട് മറ്റുള്ളവരും കൂടി ആ കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തിൽ ആരാണ് ജാതി പറയുന്നത്? കേരളത്തിൽ ഈ വേടനെ പോലുള്ളവർക്ക് ജീവിക്കാൻ ഇന്ന് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മറ്റു ജനവിഭാഗങ്ങൾക്കാണ്. പ്രത്യേകിച്ച് സവർണർ എന്ന് പറയുന്ന ചില ജനവിഭാഗങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥയില്ല. അപ്പോൾ നമുക്കറിയാം ആർക്കൊക്കെയാണ് കേരളത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ആൾക്കാരെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റമാണ്. MG ശ്രീകുമാർ എന്ത് ചെയ്താലും കുറ്റമാണ്. സുരേഷ് ഗോപി മിണ്ടിയാൽ തന്നെ കുറ്റമാണ്. നോക്കൂ, 45 വർഷമായി ഇവിടെ സംഗീത രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള, ക്ലാസിക്കലായി സംഗീതത്തെ ഉപാസിച്ചു കൊണ്ടുപോകുന്ന MG ശ്രീകുമാർ എന്ന് പറയുന്ന ഗായകൻ തനിക്ക് വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിനെ എത്ര വലിയ അപരാധമായാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ
സംഗീത മേഖല തീർത്തും വ്യത്യസ്തമായതും അവർ സംഗീതത്തെ അതേ രീതിയിൽ ഉപാസിച്ചുകൊണ്ട് പോകുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് പാടാൻ പോലും ഈ വേടനെ വിളിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ലാത്തിടത്തോളം വേടനെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെ പോലും പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ കേരളത്തിൽ ആർക്കാണ് ജീവിക്കാൻ കഴിയാത്തത്? ഇനി അഥവാ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആരാണ് അതിന് കാരണക്കാർ? കേരളത്തിൽ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം എല്ലാ കാലത്തും ഇത്തരം ആൾക്കാരെ അഴിച്ചു വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ഒരു രീതിയിലും നിയന്ത്രിക്കാതെ അവരെ മറയാക്കിക്കൊണ്ട് പുരോഗമനം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ വേടന്റെ കാര്യം പറയുകയാണെങ്കിൽ വേടൻ ഇപ്പോൾ വന്ന് മാപ്പ് പറഞ്ഞു. ആ മാപ്പിൽ അങ്ങ് സംതൃപ്തിപ്പെടണമെന്നുള്ളതാണ്. പക്ഷെ വേടൻ അവിടെ ചെയ്തത് എന്താണ്? ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത് 1 ഗ്രാമല്ല, എത്രയാണേലും കഞ്ചാവ് കൈവശം വെക്കുക. ഇപ്പോൾ ഇവർ പറയുന്നു 8 പേർ ചേർന്ന് 6 ഗ്രാം കഞ്ചാവേ ഉണ്ടായിരുന്നുള്ളൂ, അവരെങ്ങനെ വലിക്കുമെന്നൊക്കെയാണ് കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളൊക്കെ. അവരുടെ ആശങ്ക അതിലാണ്. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട്, സ്മൃതി, എനിക്ക് അതിശയം തോന്നി സ്മൃതിയുടെ സംസാരം കേട്ടപ്പോൾ. ഈ 9 പേർ ചേർന്ന് ഈ 6 ഗ്രാം കഞ്ചാവ് എങ്ങനെയാണ് വലിക്കുന്നതെന്നായിരുന്നു സ്മൃതിയുടെ വെപ്രാളം. അതായിരുന്നു സ്മൃതിയുടെ പ്രശ്നം. പക്ഷെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, അതായത് കഞ്ചാവ് കൈവശം വെക്കുക, ആ ഫ്ലാറ്റിൽ ചില ആയുധങ്ങളുണ്ട്, പിന്നീട് അത് ഓൺലൈനിൽ വാങ്ങിച്ച ഏതൊക്കെയോ ആയുധങ്ങളാണെന്ന് വരുത്തി തീർത്തു. ആയുധങ്ങൾ കൈവശം വെക്കുക, 9.5 ലക്ഷം രൂപ കൈവശം കൊണ്ട് നടക്കുക. അത് 9 ലക്ഷം രൂപ എങ്ങനെയാണ് ഇത്രയും പണം ഒരു ഫ്ലാറ്റിൽ സൂക്ഷിക്കാൻ കഴിയുക? ഇത്രയും പണം, കാരണം ഇപ്പോൾ നമുക്കറിയാം ഇയാളൊക്കെ ഗായകനാണെന്ന രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പോയി വലിയ രീതിയിലുള്ള പണം വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും എന്ത് പണം വാങ്ങിച്ചാലും എന്തായാലും ഈ പണമൊക്കെ ഏതായാലും അക്കൗണ്ടബിൾ ആയിരിക്കും. അൺഅക്കൗണ്ടബിൾ മണിയേ ആയിരിക്കില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ പോലും അതൊന്നും അൺഅക്കൗണ്ടബിൾ ആകാൻ ഒരു മാർഗവുമില്ല. ഇതെല്ലാം അക്കൗണ്ടബിൾ മണിയായിരിക്കും. അപ്പോൾ പിന്നെ ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ 9.5 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളത്? ഈ കഞ്ചാവ് അയാൾ വിൽക്കാൻ കൊണ്ടുവന്ന കഞ്ചാവിൻ്റെ ബാക്കിയാണോ? ഇങ്ങനെ നിരവധി സംശയങ്ങൾ ഉയരേണ്ട സ്ഥലത്ത് ഇയാൾക്ക് നിരന്തരമായി കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ കഞ്ചാവുമായി പിടിച്ചപ്പോൾ പോലും അന്നും ഇയാളെ ആ അവസരത്തിലും ഇതുപോലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. അന്ന് അയാൾ നിർത്തിയില്ല. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ രീതി. അത് തന്നെയാണ് നമ്മൾ സ്റ്റേജിലും കാണുന്നത്. കുട്ടികളോട് കഞ്ചാവ് അടിക്കരുത്, രാസലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അടിച്ചോട്ടെ. അയാൾ അക്കാര്യത്തിൽ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അയാളാണ് നശിക്കുന്നത്, മറ്റുള്ളവരല്ല. അതുകൊണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ്. താൻ പോയ വഴിയിലൂടെ, താൻ നശിച്ചു പോകുന്ന വഴിയിലൂടെ മറ്റുള്ളവർ നശിക്കാതിരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നു. ഇനി പുലിപ്പല്ലിൻ്റെ കാര്യമാണെങ്കിൽ പുലിപ്പല്ല് ഉപയോഗിക്കാൻ കഴിയില്ല, അത് പോട്ടെ. ഇനി പുലിപ്പല്ലിൻ്റെ കാര്യമാണെങ്കിൽ അയാൾക്കത് ആരെങ്കിലും നൽകിയതാവാം, ശരി, സമ്മതിക്കുന്നു, വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കുന്നു. പക്ഷെ അത് അയാളെ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ വാക്കുപോലും അയാൾക്ക് മനസ്സിലായി. താൻ ഒരു കേസിലും പെടില്ല. കേരളത്തിലെ ഇടതുപക്ഷവും ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ചിലരും കപട മതേതരവാദികളുമൊക്കെ അയാളോടൊപ്പമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അയാൾ വാക്കുമാറ്റി, അല്ലെങ്കിൽ അയാൾ മൊഴി മാറ്റി പുറത്തു വന്ന ആൾ രഞ്ജിത്ത് കുമ്പിടി എന്ന് പറയുന്ന ആളെ അറിയുകയില്ല എന്ന വാദം അയാൾ മുന്നോട്ട് വെച്ചു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുകയാണ്. എല്ലാവരും കൂടി വനം വകുപ്പിനെ വലിയ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിലർ ജാതി വല്ലാതെ ആഘോഷിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ജാതീയമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? സത്യത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സവർണ്ണ വിഭാഗത്തിനാണ്, അവർണ്ണ വിഭാഗത്തിനല്ല. അവർക്ക് സുഖമായി സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇതൊരു വല്ലാത്ത കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാളെ കുത്തിക്കൊന്നിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കിയിട്ടോ വെടിവെച്ച് കൊന്നിട്ടോ ഒക്കെ വന്ന് തന്നെ ദളിത് സ്വത്വം ആഘോഷിച്ചുകൊണ്ട് താൻ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണോ, ഇനി ഒരു പ്രാവശ്യം ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കേരളത്തിൽ നിയമവ്യവസ്ഥയുണ്ടോ? ഇന്ത്യയിൽ അത്തരം നിയമവ്യവസ്ഥകൾ എവിടെയെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും ഒരു സാധാരണ പൗരനുള്ള അവകാശങ്ങൾ മാത്രമേ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകാൻ പാടുള്ളൂ. അവർക്ക് ചില പ്രിവിലേജുകൾ നൽകുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആ പ്രിവിലേജുകൾ അത് ദുരുപയോഗം ചെയ്യുന്നതാവരുത്. ഇവിടെ നിയമത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യന്മാർ തന്നെയാണ്. അവിടെ മറ്റുള്ള പൗരാവകാശങ്ങളും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ തുല്യന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ സർക്കാരും അതുപോലെ തന്നെ ഭരണഘടനയും ചെയ്യുന്നുണ്ട്. റിസർവേഷൻ നല്ലൊരു കാര്യമാണ്. അതിനു പകരം ആ റിസർവേഷൻ ചെയ്യുന്ന ക്രൈമുകളിൽ കൂടി വേണം എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെയല്ലേ വേടനെ ഇപ്പോൾ ആഘോഷിക്കുന്നത്. അതായത് ഭരണഘടന നൽകുന്ന റിസർവേഷൻ തങ്ങൾക്ക് ഇനി ക്രൈം, അതുപോലെ തന്നെ കഞ്ചാവ്, ഇത്തരമുള്ള ക്രൈം ആക്ടിവിറ്റീസ്, കഞ്ചാവ്, കൊലപാതകം, ഇത്തരമുള്ള ആക്ടിവിറ്റീസിൽ കൂടി വേണമെന്ന് വാദിക്കുന്നവരുടെ കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും
നിരന്തരമായി ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു കുറ്റവാളി തന്നെയാണ് വേടൻ എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. വേടൻ രാഷ്ട്രീയം പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വേടൻ ആരാണ് ഈ വരികളൊക്കെ എഴുതി കൊടുക്കുന്നത്? ഈ സ്റ്റേജിൽ വന്ന് പറയുന്ന ഈ വരികൾ ആരെങ്കിലും നൽകിയ ടൂൾ കിറ്റാണോ എന്ന സംശയം എനിക്കുണ്ടാവുന്നുണ്ട്. കാരണം വേടൻ വന്ന് പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമാണെന്നും അല്ലെങ്കിൽ അതുകൊണ്ടാണ് വേടനെ വേട്ടയാടിയതെന്നും വരുത്തി തീർക്കാൻ വേടനെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് മണിക്കൂറുകൾക്കകം അത്തരമൊരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ഏകോപനം ആരാണ് ചെയ്തത്? നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് സിനിമയിലടക്കം ഒരുപാട് സ്ത്രീകൾ സെക്ഷൽ ഹരാസ്മെന്റിനെതിരെ സംസാരിക്കുന്നുണ്ട്. വേടൻ നടത്തിയ അത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ചോ നേരത്തെ കഞ്ചാവ് പിടിച്ചതിനെ കുറിച്ചോ ഒന്നും തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതോ ഒരു കോണിൽ നിന്നും വേടനെ പോലുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെ വെച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ കരുവാക്കിക്കൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറയാം, വേടൻ ശ്രദ്ധിച്ചാൽ വേടന്റെ ജീവിതം നന്നായി പോകും. വേടൻ കഞ്ചാവും ഒക്കെ നിർത്തി മര്യാദയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചാൽ വേടൻ നല്ലൊരു വ്യക്തിയായി തീരും. ഇല്ലെങ്കിൽ നല്ല രീതിയിലെത്തിയിട്ടും നല്ല പ്രതിഭയുണ്ടായിട്ടും ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ നിരന്തരം പ്രശ്നക്കാരനായി പോകുന്ന വിനായകന്റെ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു കലാകാരനായിരുന്നിട്ടും എവിടെയൊക്കെയോ പിഴച്ചുപോയ അല്ലെങ്കിൽ എവിടെയൊക്കെയോ ജീവൻ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ടായ ഇത്രയും പെട്ടെന്ന് മൺമറഞ്ഞു പോയ പ്രതിഭ നമ്മുടെ കലാഭവൻ മണിയെപ്പോലെയൊക്കെ ആയിത്തീരാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. എവിടെയൊക്കെയോ കലാഭവൻ മണിക്കടക്കം എന്തൊക്കെയോ ദുരൂഹതകൾ എവിടെയൊക്കെയോ ബാക്കി വെച്ചുകൊണ്ടാണ് കലാഭവൻ മണിയെപ്പോലുള്ള പ്രതിഭകൾ പോലും പോകുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ, കലാഭവൻ മണിയായാലും വേടരയായാലും അതുപോലെ തന്നെ വിനായകനെ ആയാലും ഇത്തരക്കാരെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അധികാരത്തിലെത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ്. ഇത്തരക്കാർ കള്ളും കഞ്ചാവും ഒക്കെ നിർത്തി അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ ഒരു പ്രത്യേക പുരോഗമന വിഭാഗക്കാർക്ക് അവർക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന കാലമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പുരോഗമനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കഞ്ചാവും കള്ളും ഒക്കെ കൊടുത്തുകൊണ്ട് കുടുംബങ്ങളിലിരിക്കുന്ന സ്ത്രീകളെ വഴിതെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ റോഡിൽ വന്ന് തെറിവിളിക്കണമെന്നും നാട്ടിലുള്ളവരുടെയൊക്കെ മുന്നിൽ ചുംബന സമരം നടത്തണമെന്നും താലി ഊരി എറിയണമെന്നും അല്ലെങ്കിൽ കത്തിച്ചു കളയണമെന്നും അത്തരത്തിലുള്ള അരാജകത്വം ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം ഇവിടെ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രാഷ്ട്രീയ വിഭാഗമാണ് പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാവങ്ങളെ മുതലെടുക്കുകയും നിങ്ങളെ ഇല്ലാതാക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വേടനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വേടൻ ചെയ്ത തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരാനുള്ള ഒരവസ്ഥ വേടൻ ഉണ്ടാക്കുകയല്ല, മറിച്ച് വേടനെ ഇത്തരം ക്രൈംസ് കൂടുതലായി ചെയ്യാൻ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതലായി ചെയ്താലും ഒരു പ്രശ്നവുമില്ല, രക്ഷിക്കാൻ ഞങ്ങളുണ്ടെന്നുള്ള സന്ദേശം നൽകുന്നതിലൂടെ വേടനെ പോലുള്ളവരെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വേടൻ മനസ്സിലാക്കിയാൽ വേടന് കൊള്ളാം. ഏതായാലും ഒരു കുറ്റവും ന്യായീകരണത്തിന് അർഹമല്ല. ഏതു കുറ്റം ചെയ്താലും ആ കുറ്റം അത് കുറ്റം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വേടന്റെ കാര്യത്തിൽ പലതവണ ഇല്ലീഗലായ കാര്യങ്ങൾ, സെക്ഷൽ ഹരാസ്മെന്റ് ആണെങ്കിലും കഞ്ചാവുമായി പിടിക്കപ്പെടുന്നതാണെങ്കിലും പണം കൈവശം വെച്ചതടക്കമുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ഒരു ഇല്ലീഗാലിറ്റി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ ഇല്ലീഗാലിറ്റിയൊക്കെ രക്ഷപ്പെടാനുള്ള ആയുധമാക്കി മറ്റുള്ളവർ മാറ്റിയെടുത്താലും വേടന് ആത്യന്തികമായി നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് യാതൊരു സംശയവും ഇല്ല.